52 കിലോമീറ്റർ വരുന്ന കൈലാസ പരിക്രമ യാത്ര തുടങ്ങുന്നത് യമദ്വാർ വഴിയാണ്. ആ യമദ്വാർ കടന്ന് നമ്മളങ്ങോട്ട് ആ കൈലാസ പരിക്രമത്തിനായിട്ട് നീങ്ങുന്ന സമയത്ത് പല രീതിയിലും നമുക്ക് നീങ്ങാം. ആദ്യത്തെ ഒരു 12 കിലോമീറ്റർ നമുക്ക് പോകാനായിട്ട് കുതിര കിട്ടും. ഞാനൊരു കുതിര എടുത്തിട്ടാണ് പോയത്. കുതിരക്കാരൻ നമ്മളുടെ കൂടെ നടക്കാനുണ്ടാവും. അപ്പോൾ കുതിരയുടെ മുകളിൽ കയറി കുറച്ച് നേരം കുതിരപ്പുറത്ത്, പിന്നെ ബാക്കിയുള്ള സമയം നടന്ന്, അങ്ങനെ നമ്മൾ കൂട്ടമായിട്ടും ആദ്യം തുടക്കത്തിൽ കുറേയധികം പേരുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ സ്പീഡ് അനുസരിച്ച് ആൾക്കാർ ഒന്നും രണ്ടും പേരായിട്ട്, ചിലർ 4-5 പേരായിട്ട് അങ്ങനെ നടന്നു പോകും. ഒരു നീണ്ട കാൽനട യാത്ര തന്നെയാണ്. ഈ കാണുന്നത് പോലെ കല്ല് നിറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ്. പ്രത്യേകിച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള വഴിയാണെന്ന് പലപ്പോഴും തോന്നില്ല. പക്ഷേ മലമുകളിൽ പലപ്പോഴും നമുക്ക് ബുദ്ധവിഹാരങ്ങളും ചെറിയ ലാമമാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോഴും മുകളിൽ കൈലാസം ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് നമ്മൾ നടക്കുന്നതിൻ്റെ വലത് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുതിരപ്പുറത്ത് ഇരിക്കുമ്പോഴും നമുക്ക് ആ ഭാഗത്ത് അത്യാവശ്യം തണുപ്പുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ പോലും നമ്മൾ കഴുത്തും ചെവിയും എല്ലാം മൂടുന്ന രീതിയിലുള്ള വേഷങ്ങളെല്ലാം ധരിച്ച് വേണം പോകാനായിട്ട്. കാരണം അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഈ കൈലാസത്തിന് ചുറ്റുപാടുമുള്ള എല്ലായിടവും. അതിപ്പോൾ ഞങ്ങൾ പോകുന്ന സമയമൊക്കെ വളരെ നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു മരുഭൂമിയാണ്. എന്നാൽ ആ മരുഭൂമിയുടെ വെളിച്ചം എല്ലാം വളരെ നല്ല സൂര്യപ്രകാശമുള്ള സമയത്തായിരുന്നു ഞങ്ങൾക്ക് പോകാനുള്ള അവസരം കിട്ടിയത്. പക്ഷേ കുതിരപ്പുറത്തിരുന്നിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുതിരക്കാരൻ മുന്നിൽ, കുതിരയുടെ മുകളിലിരുന്ന് ഞാൻ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഉള്ള യാത്ര പോലെയല്ല, പിന്നീടുള്ള ഒരു 4-5 മണിക്കൂർ, ഒരു 6-7 മണിക്കൂർ എടുക്കും അവിടെ വരെ എത്താനായിട്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ കാണുന്നത്, നമ്മൾ കഷ്ടപ്പെട്ട് നടന്നും കുതിരപ്പുറത്തും പോകുമ്പോൾ മറ്റ് പല ആൾക്കാരും, പ്രത്യേകിച്ചും ബുദ്ധിസ്റ്റുകൾ, അതിൽ നടന്ന് ഓരോ നടപ്പിലും ഓരോ അടി വയ്ക്കുമ്പോഴും അവർ മുന്നോട്ട് നമസ്കരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗം മുഴുവൻ വാസ്തവത്തിൽ വളരെ വല്ലപ്പോഴും ചില ആടുകൾ ഒക്കെ ആട് മേയുന്നതൊക്കെ കാണാൻ സാധിച്ചെങ്കിലായി. ചില സ്ഥലത്ത് തെളിനീര് ആയിട്ട് വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെയാണ് അവിടുത്തെ ചെറിയ മൃഗങ്ങളും, ആട്, അതുപോലെ യാക്ക്, അതുപോലുള്ള മൃഗങ്ങൾക്കും, പിന്നെ കുതിരയ്ക്കും, നമ്മൾ പോകുന്ന കുതിരയ്ക്കാണെങ്കിലും വെള്ളം കുടിക്കാനുള്ള അവസരമൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത് ഈ ഭാഗത്ത്. ഈ പരിക്രമത്തിൻ്റെ ഈ ഭാഗത്ത് മാത്രമേ ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ദറാപൂക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആ ദറാപൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയാണ് അന്ന് രാത്രിയിലത്തെ ക്യാമ്പ്. ആ രാത്രി അവിടെ ക്യാമ്പിൽ അത്യാവശ്യം ഉള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നടത്താനായിട്ട് നമ്മൾ പുറത്തു പോകണം. അതല്ലെന്നുണ്ടെങ്കിൽ പഴയ രീതിയിലുള്ള സ്ലാബിൽ തുളയൊക്കെ ഇട്ടിട്ടുള്ള ചില പരിമിതമായ ബാത്റൂം ഫെസിലിറ്റീസാണ് അവിടെ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഞങ്ങൾ വൈകുന്നേരം ആയി ചെന്ന് കഴിഞ്ഞപ്പോൾ, വൈകുന്നേരം ആയപ്പോഴേക്കും പതുക്കെ ഇരുട്ടൊക്കെ മൂടി തുടങ്ങിയിരുന്നു. അത്യാവശ്യം ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ വരാനായിട്ട് അവർ സ്ഥലം ഉപയോഗിക്കുന്നുണ്ട്. രാത്രിയായപ്പോൾ പൂർണ്ണചന്ദ്രൻ്റെ വെളിച്ചത്തിൽ കൈലാസപർവ്വതം കാണാൻ സാധിച്ചു. നേരം വെളിച്ചമായപ്പോൾ കൈലാസപർവ്വതത്തിൻ്റെ മാഗ്നാനിമിറ്റി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇന്ന് രാവിലെ ആ കൈലാസപർവ്വതത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഭഗവാന്റെ ചരൺ സ്പർശ് എന്നാണ് പറയുന്നത്. അത് സാധാരണ ഒരു ഓപ്ഷണൽ യാത്രയായിട്ടാണ് വച്ചിരിക്കുന്നത്. ഒരു 8-9 മണിക്കൂർ എടുക്കും നടക്കാനായിട്ട്. ആ ഭാഗത്തേക്ക് കുതിരയൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്ന് തന്നെ അങ്ങോട്ട് കയറണം. അപ്പോൾ ആ നടന്ന് കയറാനായിട്ട് നമുക്ക് കൂടെ നമ്മുടെ കയ്യിലുള്ള ഒരു ബാഗിൽ അത്യാവശ്യം ലഞ്ച് പോലുള്ള സംഗതികളെല്ലാം പിടിക്കാനായിട്ട് ഒരു പോർട്ടർ കൂടെ ഉണ്ടാവും. എൻ്റെ കാര്യത്തിൽ എൻ്റെ കുതിരക്കാരൻ തന്നെയായിരുന്നു പോർട്ടർ. കുതിരയെ അവിടെ താഴ്വാരത്ത് കെട്ടി ഇട്ടിട്ട് അദ്ദേഹം എൻ്റെ കൂടെ വന്നു. അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് എപ്പോഴും ബുദ്ധിസ്റ്റ് ശരണമന്ത്രമായിട്ടുള്ള ഓം മണിപത്മേഹും എന്നിങ്ങനെ ജപിച്ചുകൊണ്ടാണ് നടക്കുക. ഓം മണിപത്മേഹും, ഓം മണിപത്മേഹും, ഓം മണിപത്മേഹും എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കും. അതിനിടയിൽ അത് മാത്രമല്ല,
ഇത് സങ്കേത് എന്ന് പറയുന്ന ഷെർപ്പയാണ് നേപ്പാളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ആൾ. പക്ഷെ നമ്മളിവിടെയുള്ള കുതിരക്കാരൻ ഇവിടെ ലോക്കലായിട്ടുള്ള ടിബറ്റൻ ഒരാൾ തന്നെയാണ്. ആ ടിബറ്റൻ ആളാണ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്, എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ സങ്കേതും വളരെയധികം സഹായിയായിരുന്നു. ഇത് 4-5 മണിക്കൂറുകൾ നടന്നിട്ടും ആ സ്ഥലത്ത് എത്തുന്നില്ല. അത്യാവശ്യം ക്ഷീണമൊക്കെ ആയി തുടങ്ങി. ഞങ്ങൾക്ക് കഴിക്കാനുള്ള ലഞ്ച് അവർ പാക്ക് ചെയ്ത് തന്നിരുന്നു. ഷെർപ്പകൾ വെജിറ്റേറിയൻ ഭക്ഷണം പാക്ക് ചെയ്തിട്ട് തന്നിരുന്നു. ഇതാണ് ചരൺ സ്പർശ്, കൈലാസനാഥൻ്റെ ചരണസ്പർശം നടത്തുന്നു എന്ന സങ്കല്പത്തിലാണ് നമ്മൾ അവിടെ പോയി ആ കൈലാസനാഥനെ വണങ്ങുന്നത്. ആ കൈലാസനാഥൻ്റെ ചരണസ്പർശത്തിൽ നിന്ന് കിട്ടുന്ന, ആ ചരണത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം കൂടി ഒരു കുപ്പിയിലാക്കി കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അത് നല്ലൊരു ദിവസമായിരുന്നു. ഒന്നാന്തരം വെതറാണ്, നല്ല സൂര്യപ്രകാശമുണ്ട്. തണുപ്പുണ്ടെങ്കിൽ പോലും വളരെ ഭംഗിയായ ഒരു ദിവസം നമുക്ക് അവിടെ ചെലവഴിക്കാനായിട്ട് സാധിച്ചു. ചരൺ സ്പർശൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഗ്ലേഷ്യേഴ്സ് കാണാൻ പറ്റും. വളരെയധികം കട്ടിയുള്ള ഐസുകളാണ് നമുക്ക് കാണുക. അപ്പോൾ സൂര്യപ്രകാശം കൂടുന്തോറും UV എല്ലാം കൂടുന്തോറും ഇതുപോലുള്ള ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത് ഭഗവാന്റെ ചരണകമലങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥമായിട്ടാണ് സങ്കല്പം. അപ്പോൾ അവിടെ ഓം നമഃ ശിവായ പറഞ്ഞ് അവിടെയുള്ള കല്ലുകളിലെല്ലാം അടുക്കി വെച്ച് നമ്മൾ ഒരു പൂർവികന്മാർക്ക് ബലിയിടുന്നു എന്ന സങ്കല്പത്തിൽ അവിടെ ചരൺ സ്പർശം നടത്തി അന്ന് തിരിച്ച് ദറാപൂക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിച്ച് നടന്നെത്തി വിശ്രമിച്ചു. ആ വിശ്രമത്തിൻ്റെ രാത്രി വാസ്തവത്തിൽ വളരെ രസകരമായൊരു രാത്രിയായിരുന്നു. അവിടെ ഇംപ്രോംപ്റ്റായിട്ട് ചില സത്സംഗങ്ങൾ നടത്താനും ചില പാട്ടുകൾ പരമശിവനെ പറ്റിയുള്ള പാട്ട് പാടാനും അതുപോലെ അതിനെപ്പറ്റിയുള്ള കഥകൾ പറയാനുമുള്ള അവസരമായിട്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചു. അന്ന് 9 മണിക്കൂർ നടന്നു വന്ന ആ ഒരു ക്ഷീണം ഉണ്ടായിട്ട് പോലും വാസ്തവത്തിൽ അന്ന് അധികം ഉറക്കം വരികയുണ്ടായില്ല. വല്ലാത്തൊരു എനർജി ഫീൽഡിൽ നിൽക്കുന്ന ഒരു സുഖമായിരുന്നു. പിറ്റേന്ന് രാവിലെ ആണ് ഏറ്റവും കഠിനമായ 24 കിലോമീറ്റർ നടക്കുകയും കുതിരപ്പുറത്തും പോകുന്ന ഒരു യാത്രയാണ്. പരിക്രമത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദിവസം ഇന്നാണ്, 3ാമത്തെ ദിവസം. അത് ആ മലകളെല്ലാം നമുക്ക് കണ്ടാലറിയാം. ആ മുകളിലേക്കുള്ള കയറ്റം 5600 മീറ്റർ വരെ ഉള്ള ഉയരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഉയരത്തിലേക്ക് പോകുന്ന യാത്രയ്ക്ക് പലപ്പോഴും നമുക്ക് ഈ കുതിരയെ ഉപയോഗിക്കാം. പക്ഷേ കുതിരയാണെങ്കിലും ഇടയ്ക്ക് തളർന്നു പോകുമെന്നുള്ളതുകൊണ്ട് നമ്മൾ കുതിരയ്ക്കൊരു ബ്രേക്ക് കൊടുക്കാനും കുതിരക്കാരനൊരു ബ്രേക്ക് കൊടുക്കാനുമായിട്ട് നമ്മളും താഴെ ഇറങ്ങി കുറേ നേരം നടന്ന് പിന്നെ വീണ്ടും കുതിരപ്പുറത്ത് കയറുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുതിരക്കാരൻ അദ്ദേഹം തന്നെയാണ് എൻ്റെ ബാഗ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ബാഗിലാണ് അത്യാവശ്യം നമ്മൾക്ക് ആവശ്യമുള്ള മരുന്നുകളും അതുപോലെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം വച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല ഗ്രൂപ്പുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഡോൽമാല പാസ് എന്നാണ്. ഡോൽമാല പാസ് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അതാ ഒരു ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ്. ആ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് വളരെ ഭംഗിയുള്ള ദൃശ്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. ഭംഗി എന്ന് പറയുമ്പോൾ പച്ചപ്പൊന്നുമില്ല, മരങ്ങളൊന്നും കാണാൻ പറ്റില്ല. വല്ലപ്പോഴും കാണുന്ന ഈ നിറഭേദങ്ങളുള്ളത് ശരിക്കും ബുദ്ധിസ്റ്റ് ആൾക്കാർ വന്ന് അവരുടെ പൂജയുടെ ഭാഗമായിട്ട് അവരോരോ മന്ത്രങ്ങളെല്ലാം എഴുതിയും പ്രിൻ്റ് ചെയ്തും ഓരോരോ നിറങ്ങളിൽ അവിടെ ഇങ്ങനെ വിധാനിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ കല്ലുകൊണ്ട് അവർ ഓരോ വിഗ്രഹങ്ങളൊക്കെ ഉള്ള പോലെ അടുക്കി വച്ചിട്ടുള്ള ചില നിർമ്മിതികളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. എല്ലാം ഈ ഉരുളൻ കല്ലുകളും ഈ മൂർത്ത കല്ലുകളും എല്ലാം തന്നെയാണ്. ആ കല്ലുകളെല്ലാം വച്ചിട്ട് അവർ ഓരോ സംഗതികൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുതിരകൾ പോലെ തന്നെ അതിന് മുകളിലേക്ക് അവിടേക്ക് അതുവഴി കടന്നു പോകുന്ന യാക്കുകളുണ്ട്. അപ്പോൾ യാക്കുകളുടെ പുറത്താണ് അവർ സാധനങ്ങൾ വെച്ച് കെട്ടി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള നോമാഡ്സ് ആണ്. അവർ പ്രത്യേകിച്ച് വീടുകളൊന്നും സ്വന്തമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ടിബറ്റൻ ആൾക്കാർക്ക്
അവർ ഈ സീസൺ ആവുമ്പോൾ കുതിരയുമായിട്ട് വരും. അപ്പോൾ ആൾക്കാർ ഇതുപോലുള്ള യാത്രികർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവരെപ്പോഴും ഇങ്ങനെ സന്നദ്ധരായിട്ട് കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ള പൈസകളെല്ലാം നമ്മൾ കൊടുക്കണം ഓരോ ദിവസത്തെ ഇതായിട്ട്. അപ്പോൾ ആ കുതിരയ്ക്കും കുതിരക്കാരനുമുള്ള കൂലിയായിട്ട് നല്ലൊരു എമൗണ്ടാണ് നമ്മൾ സാധാരണ കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഒട്ടും നഷ്ടം തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതുപോലുള്ള പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന അവരുടെ സഹായമുള്ളതുകൊണ്ടാണ്. നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ വളരെ ആനന്ദദായകപരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ഗൗരികുണ്ട്. അത് ഭഗവതി പാർവതി ദേവി വിളയാടിക്കൊണ്ടിരുന്ന നീരാടിക്കൊണ്ടിരുന്ന ഒരു തടാകമാണ് എന്നാണ് പറയപ്പെടുന്നത് ഗൗരികുണ്ട്. ആ ഗൗരികുണ്ട് കഴിഞ്ഞാൽ ഒരല്പം ഗ്ലേഷ്യറിൻ്റെ മുകളിൽ കൂടെ വീണ്ടും യാത്ര തുടർന്നു. അവിടെയും നമുക്ക് ഈ മുഴുവൻ സമയവും നമസ്കരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പരമഭക്തരായ ബുദ്ധിസ്റ്റ് ഭക്തരെ നമുക്ക് കാണാൻ പറ്റും. ഇവർ 26-27 ദിവസം കൊണ്ടാണ് ഈ പരിക്രമം പൂർത്തിയാക്കുന്നത്. അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇതുപോലെ ചെയ്തു വരുന്നത് കാണുമ്പോൾ നമ്മൾ കുതിരപ്പുറത്തിരുന്നും ഒക്കെ കഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു വിഷമം തോന്നും. കാരണം ഇതുപോലെ വളരെ അധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭക്തകളും എല്ലാമുള്ള സ്ഥലം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന് നമസ്കരിച്ച് പോകാൻ പറ്റാത്തവർ അങ്ങനെ നമസ്കരിക്കുന്ന ആൾക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വഴിയിൽ എല്ലാവരും പരസ്പരം സഹായിക്കുന്ന ഒരു രീതിയാണ് പൊതുവായിട്ട് നമ്മൾ കാണുക. കാരണം ഇതൊരു കഠിനമായ ഒരു നടത്ത തന്നെയാണല്ലോ. അപ്പോൾ അതിന് എല്ലാവരും പരസ്പരം സഹായിക്കുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിൽ കുത്തിപ്പിടിക്കാനുള്ള വാക്കിംഗ് സ്റ്റിക്കുണ്ട്. ആ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായമില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല എന്ന് നല്ല ഉറപ്പുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അതിലൂടെ നടക്കുക. ആ കുതിരപ്പുറത്ത് കയറ്റം കയറി വന്നെങ്കിലും താഴേക്ക് ഇറങ്ങാനായിട്ട് കുതിരയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് താഴേക്ക് ഇറങ്ങുന്ന ആ ഒരു 5-6 മണിക്കൂറിൻ്റെ നടത്തം മുഴുവൻ നമ്മൾ നടന്ന് തന്നെ താഴേക്ക് ഇറങ്ങിയാണ് വാലിയിലേക്ക് എത്തുക. അങ്ങനെ ആ വാലിയിലൂടെ നടന്നാണ് സുതുൽപുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ക്യാമ്പിലേക്ക് നമ്മൾ എത്തുക. ആ ക്യാമ്പിൽ അന്ന് താമസിച്ചതിന് ശേഷം പിന്നെ ഒരു ചെറിയ ജീപ്പ് യാത്ര നടത്തി ആണ് നമ്മൾ ഈ യാത്ര, അതായത് പരിക്രമം, കൈലാസ പരിക്രമം എന്ന് പറയുന്ന യാത്ര പൂർത്തിയാക്കാനായിട്ട് നമ്മൾ ഒരു ജീപ്പിലാണ് വന്നത്. പിന്നീട് ആ ജീപ്പിൽ തന്നെ ആ വെഹിക്കിളിൽ തന്നെ നമ്മൾ നേപ്പാൾ ബോർഡറിലേക്ക് എത്തി. ആ ബോർഡറിലേക്ക് അതെത്താനായിട്ട് ഓൾമോസ്റ്റ് 2 ദിവസത്തെ റോഡ് യാത്ര ഉണ്ടായിരുന്നു. ആ റോഡ് യാത്രയ്ക്ക് ശേഷം വീണ്ടും നേപ്പാൾ ബോർഡറിലേക്ക് വന്നു. ബോർഡറിൽ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് വഴി കടന്ന് നേരെ നേപ്പാളിലെത്തിയപ്പോഴേക്കും നമുക്ക് പ്രകൃതിയുടെ മാറ്റം കാണാൻ സാധിക്കും. നിറച്ച് പച്ച മരങ്ങളെല്ലാം ഉണ്ട്. ആ വ്യത്യാസം നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ഭംഗിയായിട്ട് കൈലാസയാത്ര നടത്തി നമുക്ക് തിരിച്ചു വരാൻ സാധിച്ചത് പലരുടെയും സഹായം കൊണ്ട് തന്നെയാണ്. നേപ്പാളിൽ നിന്നുണ്ടായിരുന്ന നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന 6 ഷെർപ്പകളുണ്ടായിരുന്നു. ആ 6 ഷെർപ്പകളാണ് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണമെല്ലാം ഓരോ സമയത്ത് തരിക, നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് മെഡിസിൻ തരിക, അതുപോലെ നമ്മളുടെ ഓക്സിജൻ ലെവൽ അനുസരിച്ച് ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം ഓക്സിജൻ സിലിണ്ടേഴ്സ് ആവശ്യമുള്ളവർക്ക് തരിക. ഞാൻ തന്നെ 2-3 തവണ ഓക്സിജൻ പഫ് എടുക്കേണ്ടതായിട്ട് വന്നു. അത് അങ്ങനെ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്യാൻ തയ്യാറായിട്ടുള്ള കമ്പനികളാണ് അവിടെ ടൂർ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് പണ്ട് വളരെയധികം കഷ്ടപ്പെട്ട ആൾക്കാർ യാത്ര നടത്തിയ കഥകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ അത്രയധികം ബുദ്ധിമുട്ടില്ലാത്ത യാത്രയാണ് കൈലാസയാത്ര. ഈ കൈലാസയാത്ര ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചതിലുള്ള ചരിതാർത്ഥ്യം കൂടി ഞാനിവിടെ പറയുകയാണ്. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. പഞ്ചഭൂതങ്ങളിൽ പഞ്ചലിംഗങ്ങൾ
സഞ്ചിത കർമ്മത്തിനു പഞ്ചേന്ദ്രിയം പഞ്ചാക്ഷരീ മന്ത്ര പൊരുളായൊളിയായി പഞ്ചബാണാരിയാം പരമേശ്വരൻ പഞ്ചബാണാരിയാം പരമേശ്വരൻ. ശംഭോ മഹാദേവ.